ഈ കേൾക്കുന്നത് ഓണത്തിൻ്റെ ആഘോഷങ്ങളുടെ ഭാഗമായി നാട്ടിൽ കുട്ടികളും ആളുകളെല്ലാം കൂടി നടത്തുന്ന ആഘോഷങ്ങളുടെ ചെറിയ പതിപ്പാണ്. കുറച്ച് കൊല്ലങ്ങളായി എനിക്ക് ഇത്തരം കാര്യങ്ങളിൽ ഏർപ്പെടാൻ പറ്റിയിരുന്നില്ല. മറ്റത് ഓണ ദിവസങ്ങളിൽ വീടുകളുണ്ടാവാറില്ല. പലപ്പോഴും മദ്യത്തിനും മയക്കുമരുന്നിനെതിരായിട്ടുള്ളൊരു സമരത്തിലായിരിക്കും, അല്ലെങ്കിൽ നിരാഹാരത്തിലായിരിക്കും, അല്ലെങ്കിൽ കോടന്നൂർ സമരപ്പന്തലിലായിരിക്കും. അങ്ങനെയൊക്കെയാണ് പതിവ്. 2010 മുമ്പ് ഞങ്ങൾ കാച്ചേരി ഗ്രാമസഭയിൽ ഒരു ആഴ്ച നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുകയായിരുന്നു. വളരെ ലളിതമായ പണച്ചെലവ് കുറഞ്ഞ പരിപാടികൾ. ഓടുക, ചാട്ടം, ഓട്ടം, നാടകം, ഡാൻസ്, അവസാനം ഓണസദ്യ എന്ന പേരിൽ വിപുലമായ സദ്യയല്ല, പാച്ചോറ് കൊടുത്തുകൊണ്ടാണ് ഞങ്ങൾ അവസാനിപ്പിക്കാറ്. കുറേ കാലങ്ങളായി എനിക്കതൊന്നും ചെയ്യാൻ പറ്റാറില്ല. ഈ നാട്ടിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഊർജം, അനുഭവ സമ്പത്തിൽ നിന്ന് ഞാൻ പല സ്കൂളുകളിലും ഇതുപോലെ കുട്ടികൾക്ക് ഓണ സദ്യ നടത്തണമെന്നുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുകയും അതിന് പലപ്പോഴും ചില അധ്യാപകർ സഹായവും ചെയ്യുമ്പോൾ അത് നടപ്പിൽ വരികയും ചെയ്യാറുണ്ട്. പക്ഷെ അന്ന് പഞ്ചേരി സ്കൂളിലാവട്ടെ, വലിയപ്പള്ളി സ്കൂൾ, മറ്റുള്ള സ്കൂളുകളിലൊക്കെ ഇങ്ങനെ ഞങ്ങൾ ശ്രമം നടത്താറുണ്ട്. അന്ന് കാലത്തൊരു പായസമാണ്, അരി വേവിച്ച് ചക്കരയിട്ടുള്ളൊരു പായസം, അങ്ങനെ അമ്പലപ്പായസം പോലെ പായസമാണ് കുട്ടികൾക്ക് കൊടുക്കാറ്. നാട്ടിലത്തെ നേരിട്ട അറിവുള്ളതുകൊണ്ട്, അനുഭവ സമ്പത്ത് കൊണ്ട് ഞാൻ അതിന് വാശി പിടിക്കും. നമുക്ക് സാധിക്കും. അപ്പോൾ ഒരു 10,000, അന്ന് 5 സ്കൂളിലൊക്കെ 1000 കുട്ടികളുണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏകദേശം 1,00,000 മേലെയൊക്കെ വരാം. പക്ഷേ ഞങ്ങൾ അപ്പോൾ ആ കണക്ക് കൂട്ടി കഴിഞ്ഞാൽ നടത്താൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ പറഞ്ഞു, ഓരോ വീട്ടിലത്തും കുട്ടികൾ കുറേശ്ശെ കൊണ്ടുവരിക, പലതുമായി കൊണ്ടുവരിക. ശബ്ദം ഇടയ്ക്കിട്ട് വരുന്നുണ്ട്. മുളകായാലും പരിപ്പായാലും നാളികേരയായാലും പപ്പക്കായാലും ചേനയായാലും കായായാലും കുമ്പളങ്ങ ആയാലും മത്തങ്ങ ആയാലും അവരവരുടെ വീട്ടിലത്തെ മുരിങ്ങക്കായ കൊണ്ടുവരാൻ പറയുക. അങ്ങനെ നമ്മൾ ശേഖരിക്കുക. ചുറ്റുപാടുള്ള കടകളിൽ നിന്ന്, ആളുകളിൽ നിന്ന് ഒക്കെ ശേഖരിക്കുക. CITU, അതുപോലെ പലവിധ യൂണിയൻകാർ, ഓട്ടോറിക്ഷ തൊഴിലാളികൾ, ഇവരെല്ലാം കൂടി സഹകരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ കുട്ടികൾ തന്നെ ഒരു വെപ്പുകാരനെ വയ്ക്കുക, നമ്മുടെ കുട്ടികൾ സഹായിക്കുക, ഉരുളി തേക്കുക, ടീച്ചർമാരും എല്ലാവരും അടങ്ങുന്ന തലോസം അരിയുക. അങ്ങനെ ഒരു പരിപാടി ആദ്യകാലങ്ങളിൽ അത് ഏറ്റിരുന്നില്ല. പക്ഷേ അഞ്ചര സ്കൂളിൽ കുര്യമാഷ്, പിന്നീട് രാഷ്ട്രപതി അവാർഡ് വാങ്ങിച്ച കുര്യമാഷ് അതിനെ സപ്പോർട്ട് ചെയ്യും. അത് ആ തരത്തിൽ തന്നെ നടത്തുകയും നാളികേരം കൂടുതലായി വരികയും നാളികേരം വിറ്റ് മറ്റേ പാത്രങ്ങൾക്കുള്ള വാടക കൊടുക്കാനൊക്കെ കഴിഞ്ഞ് കുട്ടികളും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടില്ല എന്നല്ല, അതിനൊക്കെ അതിജീവിക്കാൻ കഴിയും. കുട്ടികൾ അതിലുള്ള രാത്രി OSAക്കാർ വരികയും പൂർവ്വ വിദ്യാർത്ഥികൾ വരികയും സഹകരിക്കും. അങ്ങനെ വിപുലമായ ഒരു വലിയൊരു ശ്രമമായിരുന്നു. വലിയൊരു മനസ്സിനും സംഘർഷമുള്ള കാര്യമാണ്. എന്തായാലും നടന്നു. മരിയപ്പൂർ സ്കൂളിൽ അതുപോലെ തന്നെ നടന്നു. അത് ശിവനെ പോലുള്ള ആളുകൾ അതിൽ വളരെ സജീവമായി. അന്ന് ഷീജ ടീച്ചർ വളരെ അതിന് നേതൃത്വം കൊടുത്തു. അത് പിന്നെ ഇപ്പോഴും തുടർന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ അപ്പോൾ അധികം വൈലപ്പള്ളി സ്കൂളിലും ഈ വർഷവും അങ്ങനെ നടത്തി. പുതിയ വന്ന HMന് സംശയം ഉണ്ടായിരുന്നു നടക്കുമോ എന്ന്. പക്ഷേ അവിടെയുള്ള പ്രിൻസിപ്പാൾ ബിനി ടീച്ചറും മറ്റൊക്കെ എല്ലാവരും അത് നടക്കും എന്ന് പറഞ്ഞ് കുട്ടികൾ കൊണ്ടുവന്നു പോലും. പക്ഷേ കുറച്ചും കൂടി കൊണ്ടുവരാൻ സാധിക്കും. പായസം അവിടെ എന്നാൽ ഇതെങ്കിലും നടന്നല്ലോ എന്നുള്ളതാണ്. പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു ഇതിൻ്റെ സെൻസ് ഉൾക്കൊള്ളണം. ഇത് ഒരു ഐക്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കൂട്ടായ്മയുടെയൊക്കെ ലക്ഷണമായിട്ട് വേണം കണക്കാക്കാൻ. നമ്മൾ ശരിക്കും മാവേലിയെക്കുറിച്ച് നമുക്ക് നോക്കുമ്പോൾ അതൊരു മിത്താണെന്ന് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ പറഞ്ഞൊരു ആചാരണങ്ങളായിട്ട് മാറാം. പക്ഷെ മാത്രമല്ല, മനുഷ്യന് ആഗ്രഹമുണ്ട്.
സമത്വത്തിലും സന്തോഷത്തിലും സ്നേഹത്തിലും ഐക്യത്തിലും ചൂഷണമില്ലാത്ത അവസ്ഥയൊക്കെ ഉണ്ടാവുന്നാവില്ല. എള്ളോളമില്ലാത്ത കളവും ചതിയുമില്ലാത്ത ഒരു ലോകത്തെക്കുറിച്ച് നമ്മൾ ആരാണ് സ്വപ്നം കാണാത്തത്? നമ്മളെല്ലാവരും സ്വപ്നം കാണുന്നതാണ്. അത് നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ പ്രത്യയശാസ്ത്രങ്ങളും ഓരോ രാഷ്ട്രീയ പാർട്ടികളും ഓരോ ഒക്കെ ഭരണകൂടങ്ങളുടെ നയപ്രഖ്യാപനം നടത്തുന്നത്. പക്ഷെ നടപ്പിലാവുന്നില്ല. ആ നടപ്പിലാവാൻ നമ്മളെപ്പോഴും ആഗ്രഹിച്ചുകൊണ്ടിരിക്കണം. വാസ്തവത്തിൽ ഒരു വലിയൊരു വിളിയും കൂടിയാണ്. മാവേലി എന്നുള്ള മനുഷ്യൻ ഒരു രാജാവ് ഉണ്ടായിരുന്നു. അത് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. അയാൾ ചവിട്ടി താഴ്ത്തുന്നു, അയാൾ ഭയങ്കര ദാനശീലനാണ്. അപ്പോൾ 3 അടി മണ്ണ് കഴിക്കുന്നു. ഇപ്പോൾ അത് വാമന്യൻ അമൃതാൻ എന്ന് പറഞ്ഞാൽ വാമന്യൻ ആദരിക്കണം, ചവിട്ടി താഴ്ത്തിയ വാമന്യെ ആദരിക്കുന്ന രീതിയിൽ വന്നു. അതല്ലെങ്കിൽ കെട്ടുകഥയാണ്, അല്ലെങ്കിൽ അത് മനുഷ്യർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടുള്ള കഥയാണെന്നൊക്കെ. പക്ഷെ എന്തായാലും ഒരു കാര്യമുണ്ട് അതിൽ. മനുഷ്യർക്ക് വേണ്ടി പ്രവർത്തിച്ച ആളുകൾ ചവിട്ടി തെളിച്ചാൽ തിരിച്ചു വരുമെന്നുള്ളൊരു പ്രതീക്ഷ കേരളത്തിലെങ്കിലും അത് നടപ്പം. എല്ലായിടത്തും ഉണ്ടാവാം, കേരളത്തിൽ അതും കൂടി അതിൻ്റെ പേര്. അപ്പോൾ അതൊരു ആചാരമല്ല വേണ്ടത്. ആചാരങ്ങളിൽ നിന്ന് അപ്പുറമായി നമ്മൾ കൂട്ടായ്മയായിട്ട് ദിവസം, ഞാൻ അന്നത്തെ ദിവസം വിവിധ വീടുകളിൽ പോയി ഭക്ഷണം കഴിക്കാറുണ്ടായിരുന്നു. അതൊക്കെ ഇങ്ങനെ ഓർത്തു പോവുകയാണ്. ഇപ്പം ഞാൻ ചെറിയ വീട്ടിലാണ് അപ്പം മരിച്ചേപ്പനെ. അത് കുറച്ചുകൂടി ഇനിയും നമ്മൾ അമ്മയ്ക്കൊരു ഗന്ധം ഉണ്ടാവാതിരിക്കാൻ കൂടിയാണ് ചെയ്തത്. ഇപ്പം വീടുകളിൽ പരിപാടികളിലൊക്കെ പങ്കെടുക്കും. ഇപ്പോൾ 2-3 വർഷമായിട്ട് വീട്ടിലത്തെ സദ്യകളിലൊക്കെ ഞാൻ കൂടും. എന്നാൽ പോലും ഈ വർഷത്തെ ഈ ഓണം എന്തോ ഒരു ഭയങ്കര ഒരു വേദന, ഒരു സന്തോഷമില്ല എന്നുള്ളതാണ് സത്യം. അത് വയനാട് ദുരന്തം മാത്രമല്ല, വയനാട് ദുരന്തം ശരിയാണ്, ആലോചിക്കുമ്പോൾ വളരെ ദുരന്തപൂർണ്ണമായിട്ടുള്ള സംഗതിയാണ്. ഇപ്പോൾ നമ്മുടെ അർജുൻ ഷിരൂരിൻ്റെ കാര്യവും അവർ വീട്ടിലത്തെ അവസ്ഥ എന്തായിരിക്കും നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവും. ഒന്നും എത്തിയിട്ടില്ല. ഇപ്പോൾ വയനാട്ടിൽ തന്നെ ജെൻസൺ എന്ന് പറഞ്ഞ പയ്യൻ, ശ്രുതി എന്നുള്ള പെൺകുട്ടിയുടെ അച്ഛനമ്മയും എല്ലാവരും മരിച്ചു. പക്ഷെ അവൻ മുന്നോട്ട് വരുന്നു, പേടിക്കരുത് ഞാനുണ്ട് എന്ന് പറയും. വിവാഹം കഴിക്കാൻ തയ്യാറായി ചെയ്തപ്പോഴാണ് ആക്സിഡൻ്റായി ആദ്യം മരിക്കുന്നത്. ആ കുട്ടിയുടെ മനുഷ്യർ ചില സമയം ആലോചിക്കുക, എങ്ങനെയാണ് ഈ വേദനയും സംഘർഷവും ഒക്കെ മനുഷ്യൻ താങ്ങി നിൽക്കണേന്ന്. ഈ ഹൃദയം പൊട്ടിപ്പോകുന്നു. അത്രത്തോളം വെയിറ്റ്, അത്രത്തോളം ഭാരമാണ്. അവരെങ്ങനെ ജീവിക്കാൻ പ്രതീക്ഷയില്ലാത്ത വിധം ആ ശ്രുതി എന്നുള്ള പെൺകുട്ടി തകർന്നു പോയിട്ടുണ്ടാവില്ലേ. വാസ്തവത്തിൽ അതെല്ലാം ഒരു ദൈവത്തെക്കുറിച്ചിട്ടും ഒക്കെ ചിന്തിക്കുന്നവർക്ക് അങ്ങനെ ആലോചിക്കുന്നത്, എങ്ങനെയൊക്കെ ദുരിതങ്ങൾ ഏൽപ്പിക്കുന്ന ആളുകൾ എന്തെന്നാ പറയുക വാസ്തവത്തിൽ. ഞാൻ പിന്നെ നമ്മൾ ദൈവത്തെ അന്വേഷിച്ച് പോകുന്നില്ല. അത് ദൈവം പലർക്കും ഞാൻ മനസ്സിലാക്കി, പലപ്പോഴും ചിലർക്ക് ഗുണം ചെയ്യും. പല പച്ചക്കറി പറയുന്നവർക്ക് ചിലപ്പോൾ കുറയ്ക്കും, ചിലപ്പോൾ കളവ് ചെയ്യുന്നവർ കുറയ്ക്കും, അടിമേടി ചെയ്യുന്നവരൊക്കെ അല്പം ഒരു ദൈവം കാണും എന്നുള്ള വിശ്വാസമൊക്കെ ചെയ്യാം. അങ്ങനെയും ഒരു ഗുണമുണ്ട്. അങ്ങനെ ചിലരൊക്കെ മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. ശ്രീകാരുള്ളവർ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കും ഈ അമ്പലം, ഈ കണ്ണാടി പ്രതിഷ്ഠയും ഒക്കെ മാതൃസ്ഥാനമാണെന്നൊക്കെ പറയാൻ ഈ തരത്തിൽ ദൈവികമായിട്ട് തന്നെ പറഞ്ഞ് തീർക്കാൻ വേണ്ടി ശ്രമിച്ചു. ആ കാലഘട്ടത്തിൽ മനുഷ്യൻ്റെ മസ്തിഷ്കം ബോധനിലവാരം എങ്ങനെയാണെന്നുള്ളതുകൊണ്ടായിരിക്കും. നേരിട്ട് പറഞ്ഞാൽ മനസ്സിലാവില്ല വാസ്തവത്തിൽ. അത് ദൈവത്തിലൂടെയേ പറയാൻ സാധിക്കുള്ളൂ. അന്നം പറഞ്ഞില്ലേ, ഭക്ഷണം അപ്പത്തിലൂടെയാണ് നമുക്ക് ദൈവത്തെ മനസ്സിലാക്കുന്നത്. അപ്പം ദൈവം അപ്പമായി വരുന്ന സമയം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഏത് മനുഷ്യനും ഗ്രാസ് റൂട്ടിൽ ചിന്തിക്കുന്ന ഏതൊവർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. വാസ്തവത്തിൽ ഈ പ്രാവശ്യത്തിൽ എനിക്ക് മറ്റൊരു പ്രയാസം കൂടി ഉണ്ടായിട്ടുള്ളത് നമ്മുടെ യെച്ചൂരിയുടെ മരണമാണ്. ഈ അകാലത്തിൽ മരിച്ചുപോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് നികത്താനാവാത്ത വിടവൊക്കെ നമ്മൾ പറയാറുണ്ടെങ്കിലും ഇപ്പം ഞാൻ അങ്ങനെയൊക്കെ. പക്ഷേ ഞാൻ 1 മണിക്കൂർ മുമ്പ് സുനിത ദേവദാസിൻ്റെ വീഡിയോ നമ്മുടെ ജോൺ ബ്രിട്ടാസും കൂടെ ആയിട്ടുള്ള ഇൻ്റർവ്യൂ ഞാൻ കാണുന്നുണ്ട്. വസ്തുതയിൽ എൻ്റെയും കണ്ണ് നിറഞ്ഞു. ജോൺ ബ്രിട്ടാസിൻ്റെ കണ്ണ് നിറഞ്ഞു മുമ്പ് തന്നെ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. വസ്തുതയിൽ എന്തുകൊണ്ടോ യെച്ചൂരിയുമായിട്ട് ഭയങ്കര അടുത്ത് ബന്ധം. നേരിട്ട് ഞാൻ സംസാരിച്ചില്ല. പക്ഷേ കേരള കോളേജിൽ SFI ബന്ധപ്പെടുമ്പം അന്നുണ്ടായിരുന്ന SFIയുടെ നേതാക്കളെ എപ്പോഴും മനസ്സിലേറ്റുന്നവനാണ് ഞാൻ. അത് വലിയൊരു കൂട്ടായ്മയുടെ കാലഘട്ടം എന്ന് തന്നെ വളരെ നമുക്ക് പ്രതീക്ഷ നൽകുന്നതാണ്, വളരെ സന്തോഷം നൽകുകയാണ്. നമുക്ക് ലോകം നേരെയാവും എന്നൊക്കെ തോന്നില്ല. അതിന് കൂട്ടായ്മ ഈറ്റിയാലും കൂട്ടാണെന്നോ ഗംഭീരമെന്നോ ധരിച്ചിരുന്നൊരു കാലത്ത് തന്നെ അത് നിസ്സാരമാണെന്ന് വിശ്വസിക്കുന്നില്ല ഇപ്പോഴും. അന്നുണ്ടായിരുന്ന CPMൻ്റെ SFIയുടെ സുരേഷ് കുറുപ്പ്, അതുപോലെ CP ജോൺ, MA ബേബി, ഇവരിലൂടെ എപ്പോഴും ഈ യെച്ചൂരിയെ നാം കാണുകയാണ്. വാസ്തവത്തിൽ അന്ന് സിതാർ യെച്ചൂരിയെ ഇന്ന് അത് വാസ്തവത്തിൽ ഒരു എന്താ പറയുക, അന്നതും ഒരു അധികാരത്തിൻ്റെ ഒരു സ്വഭാവമൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. ഈ അധികാരികൾക്കെതിരെ നിൽക്കുന്ന പ്രതിരോധ സംഘമായി SFIയെ കാണുകയും CPMനെ കാണാൻ നമ്മൾ ആഗ്രഹിച്ചിരുന്നു. ഒരു ബദൽ സംവിധാനം, ചൂഷണത്തിനെതിരായിട്ടുള്ള ഒരു സംവിധാനം, സമത്വസുന്ദരമായി ലോകത്തെ സ്വപ്നം കാണുമ്പോൾ CPMന് പ്രഥമ സ്ഥാനത്ത് വയ്ക്കുകയായിരുന്നു.
പിന്നീട് ഇനി നമ്മൾ സ്റ്റാലിനെയൊക്കെ എതിർത്തിരുന്നൊരു കാലമാണത്. ഇങ്ങനെയല്ല മനുഷ്യൻ്റെ ഉണ്ടാവേണ്ടത്. മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തെ, മനുഷ്യൻ്റെ മൗലികാവകാശങ്ങളെ ഏറെ ബഹുമാനിക്കുന്നവരായിരിക്കും. അന്യൻ്റെ വാക്ക് സംഗീതം പോലെ ആസ്വദിക്കുന്ന ലോകത്തെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് മറ്റൊരു ചവിട്ടി ചവിട്ടാൻ, അവരുടെ മൗലിക അവകാശങ്ങളെ ചവിട്ടി അരയ്ക്കാൻ എങ്ങനെ കഴിയും എന്നാണ്. ഇപ്പം നമ്മുടെ റഷ്യയുടെ ഭരണഘടന നോക്കും, വിട്ടുപോകാനുള്ള അവകാശത്തെക്കുറിച്ച്, പീപ്പിൾസ് കോർട്ടിനെ കുറിച്ചിട്ടൊക്കെ വളരെ ഗൗരവമായിട്ട് തന്നെ സംസാരിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള പ്രത്യയശാസ്ത്രം, മനുഷ്യൻ്റെ വിമോചനത്തിനുള്ള പ്രത്യയശാസ്ത്രം, മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള, മനുഷ്യൻ്റെ അധികാര അടിച്ചമർത്തലിനെതിരെ, അധികാരത്തെ തന്നെ ഗവൺമെൻറ് അല്ലെങ്കിൽ ഭരണകൂടം തന്നെ കൊഴിഞ്ഞു പോകുമെന്ന് വിശ്വസിക്കുന്ന ഒരു തരത്തിൽ മനുഷ്യനെ അടിമകളാക്കരുതെന്നുള്ള വലിയൊരു സ്വാതന്ത്ര്യബോധത്തിൻ്റെ ഒരു പ്രസ്ഥാനം കൂടിയാണ്, ആശയവും കൂടിയാണ് കമ്മ്യൂണിസം എന്നാണ് എൻ്റെ വിശ്വാസം. ആ രീതിയിലാണ് ഞാൻ അതിൻ്റെ തലനാരിഴ കയറിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റി വയ്ക്കാം. അങ്ങനെ ഈ സമയങ്ങൾ വാസ്തവത്തിൽ ഇതെങ്ങനെ പറഞ്ഞറിയിക്കാൻ എനിക്ക് പറ്റുന്നില്ല. യെച്ചൂരിയുടെ ഇവിടെ മരിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് വല്ലാതെ വേദനിച്ചു പോകുന്നു. വാസ്തവത്തിൽ ഒട്ടും സമയം ആ കാലത്തിൽ മരിച്ചു, ഈ സമയം അതിന് യോജിച്ചു ഇല്ല. ഇപ്പോഴും മരണം അപകടം തന്നെ, എന്നാലും ഇത്ര വേഗം പെട്ടെന്ന് ഈ സന്ദർഭത്തിൽ ഈ സമയത്ത് മരിച്ചു പോയതിൽ വളരെ ദുഃഖമുണ്ട്. പ്രത്യേകിച്ച് യെച്ചൂരിയെ പോലുള്ള ആളുകൾ തൻ്റെ മകൻ മരിച്ചപ്പോൾ ഞാനത് ഇപ്പോഴും ഓർക്കുകയാണ്. മകൻ മരിക്കുമ്പോൾ ആകെ പ്രതീക്ഷയിലൊരു മകൻ മരിച്ചു പോകുമ്പോൾ ഉണ്ടാകുന്ന പലപ്പോഴും ഇപ്പോൾ പത്രങ്ങളിലൊക്കെ കാണുന്നുണ്ടല്ലോ, ഇന്ദിരാഗാന്ധിക്കെതിരെ കുറ്റപത്രം വായിക്കുന്ന യെച്ചൂരി. നമ്മൾ ആവേശം കൊള്ളാണ്. എന്താണ് ആവേശം കൊള്ളാൻ കാരണം? ഒരു അധികാര കേന്ദ്രത്തിനെതിരെ നേരിട്ട് സംസാരിക്കുകയാണ്, അതിൻ്റെ പ്രത്യാഘാതങ്ങൾ നോക്കാതെ. അന്ന് കാലത്ത് വരുന്ന ആളുകളെല്ലാം അതുപോലെയാണ്. ഇപ്പോൾ ഈ കരാട്ടായാലും, വൃന്ദ കാരാട്ടായാലും, പ്രകാശ് കാരാട്ടായാലും, നമ്മുടെ നാട്ടിൽ EMS ആയാലും, അല്ലെങ്കിൽ AKG, എല്ലാവരും തന്നെ എല്ലാം ത്യാഗപൂർണമായ വഴിയിലൂടെ വന്നവരാണ്. ഇപ്പോൾ യെച്ചൂരിയുടെ കാര്യം പറഞ്ഞ കേട്ടില്ലേ, ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചു അച്ഛനും അവരൊക്കെ നല്ല ഉയർന്ന നിലവാരമാണ്, ജഡ്ജിയാണ്, മറ്റു ഉയർന്ന ദിവസം IAS കാരനാണ്, എഞ്ചിനീയേഴ്സാണ്, ഒക്കെയാണ്. അതിൽ ഹിന്ദു നമ്മുടെ സവർണ കുടുംബത്തിൽ വന്നവരാണ്. അദ്ദേഹം ഇപ്പോൾ ഈ അടുത്ത നമ്മുടെ ഈ രാജ്യസഭയിൽ നടത്തിയിട്ടുള്ള വിടവാങ്ങൽ പ്രസംഗത്തിൽ പറയുന്നൊരു പരിപാടി, ഞാൻ ബ്രാഹ്മണ വീട്ടിലാണ് ജനിച്ചത്, തമിഴ്നാട്ടിൽ ജനിച്ചിട്ട് ഹൈദരാബാദിൽ പോകുന്നു, അവിടെ മുസ്ലിം യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്നു, എൻ്റെ ഭാര്യ, ഒരു അച്ഛൻ മുസ്ലിമും അമ്മ ഹിന്ദു ജാട്ടു കുലത്തിലോ മറ്റും ജനിച്ച ആണ്. ഞാൻ കല്യാണിക്ക് എൻ്റെ കുട്ടി ഏത് ജാതി എന്നാണ് പറയേണ്ടത്, ഏത് മതം എന്നാണ് പറയേണ്ടത് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട പ്രസക്തമായ യുവജനങ്ങളോട് യുവജനങ്ങൾ ചിന്തിപ്പിക്കുന്നൊരു ചോദ്യമാണ്. ഇന്ത്യ ചോദിക്കുന്ന ചോദ്യമാണ്, ഇന്ത്യക്കാർ ഏറ്റെടുക്കേണ്ട ഒരു ചോദ്യമാണ്. എൻ്റെ കുഞ്ഞിന് ഏത് മതമാണ്, ഏത് ജാതിയുടെ പേരിലാണ് അറിയപ്പെടേണ്ടത്? ഈ പാർലമെൻറ്റിൽ അംഗങ്ങളോട് എല്ലാം ചോദിക്കുമ്പോൾ അത് വലിയൊരു ചോദ്യമായി നിൽക്കുകയാണ്. നമ്മളിത് ഏറ്റെടുക്കുകയാണ് വാസ്തവത്തിൽ. അങ്ങനെ ഒരാളുടെ കാര്യമല്ല, ഇതുപോലെ തന്നെ എത്രയോ പ്രയാസം വെച്ച് ഇപ്പം നമ്മൾ EMSന് ഒറ്റ കൊടുക്കാത്ത ചൊക്കൻ്റെ കുടിൽ ആ മനുഷ്യൻ്റെ ഹൃദയം എത്രത്തോളം ഗംഭീരമാണ്. അതുപോലത്തെ ഏതെല്ലാം ഒറ്റ കൊടുക്കാത്ത ഒളിവ് സങ്കേതങ്ങളിൽ ഭക്ഷണം എത്തിക്കുന്നവർ, അവരൊക്കെ അല്ലെങ്കിൽ മരിക്കാൻ വേണ്ടി തയ്യാറായി മരിച്ചവർ, അംഗഭംഗം വന്നവർ, കൂടമം നഷ്ടപ്പെട്ടവർ. ഞാൻ എപ്പോഴോ പറഞ്ഞു പോകുന്ന എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, വിമൻ മിത്രയുടെയൊക്കെ കാര്യം. അപ്പോൾ എത്രയും മനുഷ്യരാണ് തങ്ങളുടെ എല്ലാവരും തിരിച്ച് രാജ്യത്തിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി ഉണ്ടാവുന്നത്. വസ്തുതയിൽ പലപ്പോഴും ഞാൻ സ്പാർട്ടക്കസിൽ ഓർക്കാറുണ്ട്. ഈ നമ്മുടെ നാട്ടിലത്തെ ആളുകൾ, നമ്മുടെ ചെറുപ്പക്കാർ ഇംഗിതത്തിലേക്ക് ചിന്തിക്കുന്നുണ്ടെന്നറിയില്ല. നമ്മുടെ പൂർവ്വകാലം, ഭൂതകാലം, ഇനി ഭൂതകാലം എന്ന് പറഞ്ഞില്ല, ഇപ്പോഴത്തെ കാലം തന്നെ നമ്മൾ നോക്കും. അതിന് മുമ്പുള്ള കാലങ്ങളൊക്കെ എപ്രകാരമായിരുന്നു? ഈ സ്വാതന്ത്ര്യം നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം അങ്ങനെ ഉണ്ടായിരുന്നു. ഓരോ കാലങ്ങളുടെ അടിമയുടമ ബന്ധങ്ങളും നമ്മുടെ ഉപ്പെന്ന് പറയാൻ പറ്റാത്തൊരു കാലം. ഇതെല്ലാം നമ്മുടെ കുട്ടികൾക്കറിയാം. ഭക്ഷണം നിലത്ത് മണ്ണ് കുഴിച്ച് കുഴിയിൽ ഒഴിച്ചു കൊടുക്കുന്ന കാലം, കഴിച്ചിരുന്ന കാലം, തങ്ങളുടെ ഭാര്യമാർ, തങ്ങളുടെ പെൺകുട്ടികൾ നിവേദിച്ചിരുന്ന കാലം. സ്പാർട്ടക്കസിൻ്റെ കാലം വരുമ്പോൾ അടിമകാലത്തിൽ പിടിച്ചു വയ്ക്കുന്നു, അവരെ കൊണ്ട് പരസ്പരം യുദ്ധം ചെയ്യിപ്പിക്കുന്നു. മരണം വരെ യുദ്ധം ചെയ്യുന്ന ആൾക്ക് പണം കൂടുതൽ കിട്ടും കാണികളിൽ നിന്ന്, ഈ സംഘാടകർക്ക്. ഇങ്ങനെയുള്ളൊരു കാലത്ത് സ്പാർട്ടക്കസിൻ്റെ ഞാൻ ആലോചിക്കുന്നു,
ഡ്രാവ ചോദിക്കുന്നു, നമ്മൾ ഇങ്ങനെ വിളിക്കപ്പെടുമ്പോൾ നീ യുദ്ധം ചെയ്യുമോ? സ്പാർട്ടസ് മിണ്ടുന്നില്ല. ഡ്രാവ പറയുന്നു, ഞാൻ നിനക്കെതിരെ യുദ്ധം ചെയ്യില്ല എന്ന്. യുദ്ധം ചെയ്തില്ലെങ്കിൽ കടുത്ത ശിക്ഷയായിരിക്കും കിട്ടുക. എത്ര ശിക്ഷ കിട്ടാൽ എൻ്റെ സുഹൃത്തിനെതിരായിട്ട് എനിക്ക് ഗുണത്തിന് വേണ്ടി ഞാൻ യുദ്ധം ചെയ്യില്ല, അതിൻ്റെ നേട്ടങ്ങൾ അനുഭവിക്കില്ലെന്ന് പറഞ്ഞാൽ ഡ്രാവേനെ എപ്പോഴും ഓർക്കുകയാണ്. സ്പാർട്ടസൊക്കെ അന്ന് മിണ്ടിയില്ലെങ്കിലും നിർണായക ഘട്ടത്തിൽ അദ്ദേഹം മുന്നോട്ട് വരികയും ആ വലിയ വിപ്ലവം നടക്കുകയും അവിടെ ഒരു സ്പാർട്ടക്കസ് അല്ല അനേകായിരം സ്പാർട്ടക്കസ്മാർ ഉണ്ടാവുകയും ചെയ്യുന്നു എന്നു അത് അടിച്ചമർത്തപ്പെട്ട ഒരു വിപ്ലവമായിരിക്കാം. പക്ഷേ നിരവധി സമര ചരിത്ര സ്മരണകൾ, ഓർമ്മകളാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. ഇപ്പോൾ ഞാൻ ആലോചിക്കുമ്പോൾ ഈ എന്താണ് യെച്ചൂരി നേടിയത്? വാസ്തവത്തിൽ നേടിയത് കുറേ ആളുകളുടെ സ്നേഹവും ഒരു പ്രതീക്ഷകളും ചൂണ്ടിക്കാണിക്കാനുള്ള പാതയൊക്കെ കൊടുത്തു എന്നുള്ളതാണ്. യെച്ചൂരിയുടെ അല്ലാതെ മറ്റുള്ളത് എന്താണ് സാമ്പത്തികം? എല്ലാം ആണെങ്കിൽ ദുരന്തമായിരിക്കാം വാസ്തവത്തിൽ. പലപ്പോഴും മകൻ ഒക്കെ പ്രയാസങ്ങൾ, ദാരിദ്ര്യം, സമ്പത്തിൻ്റെയൊക്കെ ശോഷണം ഒക്കെ സംഭവിച്ചെങ്കിലും അതിൽ പിടിച്ച് ജാതിയുടെ ഇപ്പോൾ പലരും പറയും CPM സവർണ ആളുകളുടെയാണ്. ഈ അടുത്ത കാലത്ത് തോറും RSS പോലും CPM-ൻ്റെ ഉള്ളിൽ സവർണത വളർത്തുന്ന EMS-നെ കാണിച്ചുകൊണ്ട് ബ്രാഹ്മണ മേധാവിത്വം വരും. ഇപ്പോൾ നമ്മുടെ യെച്ചൂരിയെ കാണിച്ചുകൊണ്ട് എങ്ങനെയാണ് ബ്രാഹ്മണ മേധാവിത്വത്തിൻ്റെ ഉസ്താദുമാരാണെന്ന് പറയാൻ സാധിക്കും. CPM-ൻ്റെ എത്രയോ അവർക്ക് രക്ഷപ്പെടാൻ മാർഗമുണ്ട്. എന്നിട്ടും അത് വലിച്ചെറിഞ്ഞുകൊണ്ട് ജാതി മതമില്ലാത്ത ലോകത്തെ സ്വപ്നം കണ്ട് താൻ തന്നെ അതിനു വേണ്ടി മാതൃകയാവാൻ വേണ്ടിയിട്ടല്ല, പ്രവർത്തിച്ചു വരുമ്പോൾ അങ്ങനെ ആവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഒരുപാട് ഷംസീറിൻ്റെ ആയാലും രാജേഷിൻ്റെ ആയാലും ഒക്കെ നമ്മൾ കാണുന്നത് അങ്ങനെയാണ്. ഗ്രാസ് റൂട്ട് ലെവലിൽ അങ്ങനെ വരുന്നില്ല എന്നുള്ളത്. ഈ ഞാൻ സമ്മപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ചുരുക്കി പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇങ്ങനെ ഓരോരുത്തരും മരിച്ചു പോകുമ്പോൾ നാം ഇപ്പോൾ ഇന്ദിരാഗാന്ധിക്കെതിരെ കുറ്റവിചാരണ നടത്തിയ ജാതിക്കെതിരായിട്ട് മതമില്ലാതെ സംസാരിച്ച് പലത് പറയുമ്പോൾ നാം എത്രത്തോളം ഇതെല്ലാം ഏറ്റെടുക്കുന്നുണ്ട്? നമ്മൾ ചോദ്യം ചെയ്യാൻ ധൈര്യമുണ്ടോ? ഇന്ദിരാഗാന്ധിക്കെതിരെ നമുക്ക് ചോദ്യം ചെയ്യുമ്പോൾ ആവേശകരായി മാറും. നമുക്ക് ചോദ്യം ചെയ്യാനുള്ള ശക്തിയുണ്ടോ? നമുക്ക് ഒരു അന്വേഷണ ബുദ്ധിയുണ്ടോ? നമുക്ക് വിമർശന ബുദ്ധിയുണ്ടോ? സ്വയവിമർശനമുണ്ടോ? നമ്മൾ ഈ യഥാർത്ഥത്തിൽ കണ്ണ് തുറന്നിട്ടാണ് ലോകത്ത് കാണുന്നത് എന്നെല്ലാം വളരെ പ്രസക്തമായിട്ടുണ്ട്. ഇപ്പോൾ സീതാറാം യെച്ചൂരിയുടെ മരണത്തെക്കുറിച്ച് നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഒരു മനുഷ്യൻ നഷ്ടപ്പെട്ടു പോയ ആലക സങ്കല്പങ്ങളും സ്വപ്നങ്ങളും അല്ല നമ്മൾ ഏറ്റെടുക്കേണ്ടതല്ലേ? നമ്മൾ വെറുതെ ഒരു ആചാരമായി അനിഷ്ടമായി ഇംഗ്ലീഷ് എന്താ രക്തസാക്ഷ്യം വരിക്കില്ല, ഞങ്ങളോട് ജീവിക്കുന്നതുകൊണ്ട് ഇങ്ങനെ നടക്കണം, അത് വലിയ അർത്ഥമുണ്ടോ? വാസ്തവത്തിൽ നമ്മൾ സ്വയം ആലോചിക്കണം. എല്ലാവരും കുറിച്ചിട്ടല്ല വരുന്നത്. ഇതിനെക്കുറിച്ച് ആത്മാർത്ഥമായ കുറേ കുട്ടികളും ആളുകളും ഇപ്പോഴും ഉണ്ട്. അവർ മതവിശ്വാസികളെ പോലെ സഞ്ചരിക്കുന്ന മുതിർന്നവരുണ്ട്. അപ്പോൾ അവരൊക്കെ ഒന്ന് ആലോചിക്കുക. ഇവരുടെ വീട്, കുടുംബം, ഇവരുടെ അമ്മ, അച്ഛൻ ഒക്കെ ഉണ്ടല്ലോ, അവരൊക്കെ അനുഭവിച്ച വേദനകൾക്ക് നാമാണ് മറുപടി കൊടുക്കേണ്ടത്. അവർ മരിച്ചത്, അവർ ജീവിച്ചത് വെറുതെയായില്ല. അതാ ഞങ്ങൾ ആയിരക്കണക്കിന് ഓരോ തുള്ളിച്ചോരിൽ നിന്ന് 1000 പേർ ഉയരുന്നു എന്ന് പറഞ്ഞ് വെറും ഘട്ടമല്ല, വെറും വാക്കല്ല, നമ്മളിവിടെ കാണിക്കേണ്ടതാണ്. നമ്മൾ എത്ര പേർ ജാതി മതമില്ലാത്തവരായി മാറുന്നുണ്ട്, എത്ര പേർ അനിഷ്ടം. ഇപ്പം അതേ എയിംസിനാണ് മൃതദേഹം കൊടുത്തത്. നമ്മുടെ ആളുകളെല്ലാം കാണിക്കുന്നത് എന്താണ്? ഓരോ വീട്ടിലും കൊട്ടിലുണ്ടാക്കുന്ന, ആ കൊട്ടിലിനോട് ബന്ധപ്പെട്ട് കുടുംബക്ഷേത്രങ്ങളാക്കുന്ന, ആ കുടുംബക്ഷേത്രത്തിൽ സദ്യ, ആചാരാനുഷ്ഠാനങ്ങളുടെ കേന്ദ്രം. ഈ ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ടുവന്നിട്ടാണ് ഹിന്ദുത്വ തീവ്രവാദം വർദ്ധിപ്പിക്കുന്നത്, ഹിന്ദുത്വ അജണ്ട വിജയിപ്പിക്കുന്നത്. ഇത് മനസ്സിലാക്കാൻ നമുക്ക് ഇപ്പോഴും നമ്മൾ ഓരോ അമ്പലങ്ങളിൽ പിടിച്ചു വയ്ക്കുന്നു. എന്നിട്ട് അതിൻ്റെ ആചാരാനുഷ്ഠാനം. ഒരു കാലത്ത് ഞാൻ പുഴ കുണ്ടോളി അമ്പലത്തിൽ നമ്മുടെ കഥാപ്രസക്തർ സാംബശിവൻ്റെ കഥാപ്രസംഗം നടന്ന കുണ്ടോളി അമ്പലം ഇപ്പോൾ എവിടേക്കായി വേറെ തരത്തിലേക്ക്. ഞാനൊരു ഉദാഹരണം പറഞ്ഞാണ്. ഇടതുപക്ഷക്കാരാണ് കൂടുതൽ, പക്ഷേ വളരെ ആന്തരികവും വളരെ എന്താ പറയുക, ജാതി ബോധത്തിലധിഷ്ഠിതമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ അതിൽ സന്ദീപ് എന്നുള്ള പയ്യൻ, അവൻ മതവിശ്വാസമാണെങ്കിൽ പോലും നിങ്ങൾ കോഴി വെട്ടരുത്, കള്ള് ചെയ്ത് കൊടുക്കരുത്, അതിന് പകരം കുമ്പളങ്ങി വിട്ടു എന്ന് പറയുമ്പോൾ അത് ഭയങ്കര ക്ഷേത്രവിരുദ്ധവും മതവിരുദ്ധവും ഒക്കെ പറഞ്ഞ് ഈ നമ്മുടെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് ആളുകളാണ് എതിർക്കുന്നത് എന്ന് പറയുമ്പോൾ അത്ഭുതവും വിഷമവും ദുഃഖവും പ്രതിഷേധമൊക്കെ നമുക്ക് തോന്നിപ്പോവുകയാണ്. ഞാൻ പറഞ്ഞു, നമുക്ക് ഉള്ളിലേക്ക് എടുക്കേണ്ടതല്ലേ ഇതെല്ലാം? ഓരോരുത്തരും മരിച്ചു പോകുമ്പോൾ ആ മരിച്ചു പോയതിനെ പ്രഘോഷിപ്പിക്കുക മാത്രമാണോ?
നമ്മൾ എത്രയോ നിരന്തരം മനുഷ്യർ, ഒരുപാട് മനുഷ്യർ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് വാസ്തവത്തിൽ. അവരോട് എന്താണ് നീതി പറയുന്നത്? അവരുടെ അമ്മയോട്, അച്ഛനോട്, അവരുടെ കൂട്ടുകാരോട് നിങ്ങൾ പറയേണ്ട ചുമതല എന്താണ്? ഞങ്ങൾ വെറുതെ മുഷ്ടി ചുരുട്ടി ഒരു ശവത്തിന് മുന്നിൽ ഇങ്ങനെ വിറപ്പിക്കൽ മാത്രമാണോ നമ്മളുടെ ചുമതല? വളരെ വികൃതമായി ആന്തരികമായിട്ട് എനിക്ക് തോന്നിപ്പോകുന്നു. ഈ നമ്മുടെ യെച്ചൂരിയെ ആലോചിക്കുമ്പോൾ, ശ്രീധരൻ യെച്ചൂരി ആലോചിക്കുമ്പോൾ എൻ്റെ കണ്ണുകൾ വെള്ളം വെള്ളം വരുന്നുള്ളത് യാദൃശ്യമല്ല എന്നുള്ളത് നികത്താനാവാത്ത വിടവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ സാഹചര്യത്തിൽ മറ്റൊന്നും കൂടി ഞാൻ പറഞ്ഞു വെച്ച് നിർത്തുകയാണ്. ഇന്ത്യ, ലോകം മാറണമെന്ന് തന്നെയാണ്. ഓരോരുത്തരുടെ വീട്ടിലത്തെ പ്രശ്നങ്ങൾ നമ്മൾ യഥാർത്ഥത്തിൽ അറിയുകയാണെങ്കിൽ വളരെ വളരെ അതിസങ്കീർണമായ രീതിയിലാണ് പോകുന്നത്. രോഗത്താൽ, സാമ്പത്തിക ഭാരത്താലൊക്കെ ഒരുപാട് വേദന അനുഭവിക്കുന്ന മനുഷ്യർ, സ്ത്രീധനത്തിൻ്റെ, പീഡനങ്ങളുടെ, ചൂഷണങ്ങളുടെയൊക്കെ പലതരത്തിലുമുണ്ട്. കേരളം വ്യത്യസ്തമാണ്, ഇല്ല ഞാൻ പറയുന്നില്ല. പക്ഷേ ഇപ്പോഴും ആ അസമത്വം നിലനിൽക്കുന്നു എന്നുള്ള കാര്യം നാം മനസ്സിലാക്കണം. ഇപ്പോൾ നമ്മുടെ ബ്രാൻഡ് സമ്മേളനങ്ങൾ കൂടുകയാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ബ്രാൻഡ് സമ്മേളനം പറഞ്ഞു, എനിക്ക് ആരും വൈരാഗ്യമുണ്ടല്ലോ, എനിക്ക് വിഷമമുണ്ട് വാസ്തവത്തിൽ. ഇന്നലെ വരുന്ന ആളുകളെ എതിർത്ത് പറയുന്നില്ല. പക്ഷേ ഞാൻ പറഞ്ഞില്ലെങ്കിൽ തെറ്റാവും എന്നുള്ളത് കൊണ്ടാണ്. എനിക്കതെങ്കിലും പറഞ്ഞു ചെയ്തില്ലെങ്കിൽ പ്രയാസവും. എല്ലാവരും നല്ലവരും. പിണറായി വിജയൻ നല്ല അടിയന്തരാവസ്ഥകൾക്ക് മർദ്ദത്തിന് വിധേയപ്പെട്ടതാണ്. പക്ഷേ അത് ഓർമ്മ അദ്ദേഹത്തിന് എന്ന് നിലനിൽക്കണം. നാളെ നമ്മുടെ അലൻ സാഹിയെക്കുറിച്ച് അറസ്റ്റ് ചെയ്യുമ്പോൾ ഇതാണ് സ്പാർക്ക് ചെയ്യേണ്ടത് പിണറായി വിജയൻ്റെ മനസ്സിനുള്ളിലേക്ക്. അതുപോലെ തന്നെ കുട്ടികളെ കൊണ്ട് ചിട്ടടിക്കുമ്പോൾ ഇത് ആരെയാണ്? ഞാൻ മനുഷ്യനെതിരായിട്ടാണ്. മനുഷ്യൻ്റെ വാക്ക് സംഗീതം പോലെ ആസ്വദിക്കുന്ന ലോകത്തെക്കുറിച്ച് സ്വപ്നം കാണുന്ന CPM വലുതാവുക എന്നുള്ളതല്ല, പാർട്ടി വന്നാൽ മനുഷ്യൻ്റെ മോചനമാണ്. അങ്ങനെ ആഗ്രഹിക്കുന്ന CPMൻ്റെ നേതാവിന് ഒരിക്കലും അങ്ങനെ പറയാൻ സാധിക്കില്ല. ഒരു നിസ്സാര കാര്യം പറയുമ്പോൾ പോലീസ് കേസുകൾ ചാർത്തി ജയിലിലിടിപ്പിക്കുന്ന എങ്ങനെയാണ് സാധിക്കുന്നത് വാസ്തവത്തിൽ? എന്തുകൊണ്ടാണ് അങ്ങനെ സാധിക്കുന്നത്? അതായത് അത് ഒരു അടഞ്ഞ ഒരു പാത്രമായി, അല്ലെങ്കിൽ ഒഴുക്കില്ലാത്ത കുളമായി ഒഴുക്കില്ലാത്ത കുളമായി മാറുമ്പോഴാണ്, ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റായി മാറുമ്പോഴാണ് ഇങ്ങനെയുള്ളതും. അല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് അഴിമതിക്കാരാവാനോ ജാതിമതത്തിൽ അധിഷ്ഠിതമായ വിചാരധാരയുമായി സഞ്ചരിക്കാൻ നമുക്ക് സാധിക്കില്ല. നമ്മുടെ കുട്ടികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർ കേൾക്കുന്നു, കാണുന്നു. ഇതാണ് വാസ്തവത്തിൽ ഒരു നല്ല മാതൃക കാണുന്നില്ല. ഇങ്ങനെ നല്ല മാതൃക നമ്മൾ കാണുമ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരിക്കലും ഈ തനി വിരുദ്ധരുടെ കൂടെ, അല്ലെങ്കിൽ മനുഷ്യത്വ വിരുദ്ധമായ ചിന്താഗതി കൂടെ പ്രവൃത്തിയിൽ നമ്മൾ പങ്കെടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ട് വരും. ഒരു പക്ഷേ നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു വരാൻ നമുക്ക് സാധിക്കും. ഉൾബോധമുണ്ടെങ്കിൽ, ഫിലോസഫിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ, ഒരു തത്വചിന്ത നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ, മനുഷ്യനെ സ്നേഹിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ ഒക്കെ നമ്മൾ അങ്ങനെ ചെയ്യുമായിരുന്നു. പക്ഷേ എന്തുകൊണ്ട് ചെയ്യുന്നില്ല? നമ്മളിത് യാന്ത്രികമായി എടുക്കുന്നത് കൊണ്ടാണ് ഇതുണ്ടാവുന്നത്. യാന്ത്രികമായി എടുക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ഇന്നലകളെ മറക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് പുതിയ സൗകര്യങ്ങൾ ഉണ്ടായിപ്പോയി എന്നുള്ള, ഈ സൗകര്യങ്ങൾ ഉണ്ടാക്കിയത് ആരാണെന്നുള്ള ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. പൊല്ലൂരിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. എത്രയോ കോൺഗ്രസ്സുകാരുടെ കുത്തകയായിരുന്ന സ്ഥലമാണ്. ഒരു നല്ല കോൺഗ്രസ്സുകാരും ഉണ്ട് കയ്യിൽ, ഇല്ല ഞാൻ പറഞ്ഞില്ല. മുതലാളിമാർക്ക് വേണ്ടി, വോട്ട് കമ്മിറ്റി മുതലാളിമാർക്ക് വേണ്ടി വിടുപിടി ചെയ്യുന്ന കോൺഗ്രസ്സുകാരായി പിന്നീട് മാറി. ഒരുപാട് പാരമ്പര്യങ്ങളാണ് കുട്ടല്ലൂരും നിരക്കുന്നിയൊക്കെ മംഗലം. നമ്മുടെ കുട്ടല്ലൂർ തന്നെ വാര്യർ അദ്ദേഹത്തിൻ്റെ പിന്നെ പെട്ടെന്ന് എത്ര ഗംഭീരമായി പ്രതിരോധം സൃഷ്ടിച്ച ഒരു സമയം അയ്യമ്പേലായുധം മാഷൊക്കെ വന്ന സ്ഥലം, ഒരുപാട് ആളുകളുടെ കേന്ദ്രമായിരുന്നു കുട്ടല്ലൂർ. അതുപോലെ തന്നെ ഇടക്കുന്നത്ത്, ഇങ്ങനെ ഒരുപാട് പാരമ്പര്യം കൂടിയുള്ള സ്ഥലമാണ് ഒല്ലൂർ. ആ ഒല്ലൂരിൽ വോട്ട് കമ്മിറ്റി തൊഴിലാളികളെ അടിച്ചമർത്താൻ വേണ്ടി സഹായിക്കുന്ന തരത്തിൽ കോൺഗ്രസിൻ്റെ സംഘടന, തൊഴിലാളി യൂണിയനുകളും മാറിപ്പോയുമ്പോൾ അതിനെതിരായിക്കൊണ്ട് ഒന്നുമില്ലാതെയിൽ നിന്ന് തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് എല്ലാ വോട്ട് കമ്മിറ്റിയും വോട്ട് കമ്മിറ്റിയും നിങ്ങൾക്കറിയാം, ഒരു മാതാവിൻ്റെ രൂപം, യേശുവിൻ്റെ രൂപം, ഒരുപാട് എല്ലാം ഭൂരിപക്ഷം വോട്ട് കമ്പനിയും ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിൻ്റെ കീഴിലായിരിക്കും. അപൂർവമാണ് ഹിന്ദുക്കളിലുള്ളത്. അവിടെയെല്ലാം മുതലാളിമാരുടെ ഔസേപ്പുണ്യാളുടെയോ മാതാവിൻ്റെയോ കന്യാമറിയത്തിൻ്റെയോ ഉണ്ടോ. പക്ഷെ അതിൻ്റെ മുന്നിൽ വെച്ചിട്ടാണ് തൊഴിലാളികളെ ഹരാസ് ചെയ്യുന്നത്, ചീത്ത പറയുന്നത്, പീഡനം അനുഭവിക്കുന്നത്, പച്ചത്തെറി പറയുന്നത്, ചൂഷണം ചെയ്യുന്നതൊക്കെ. അതിനൊക്കെ അറുതി വരുത്താൻ മുന്നിൽ നിന്ന് പ്രവർത്തിച്ച് എത്രയോ പീഡനം അനുഭവിച്ച മനുഷ്യരുടെ നിരയുടെ ആ പീഡനത്തിൽ നിന്നാണ്, ആ വിഷമത്തിൽ നിന്നാണ് ഈ സ്വാതന്ത്ര്യം കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ വലിയൊരു മാറിയത്. അതുകൊണ്ടാണ് വലിയൊരു, ഞാൻ നേരത്തെ പറഞ്ഞു, ഇതെല്ലാം ഉൾക്കൊണ്ട് അനുഭവിച്ച ഒരാൾ നിലയ്ക്കാണ് മാധവേട്ടൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞത്. അത് വേലയേതേട്ടൻ്റെ കാര്യം, ഗംഗാരേട്ടൻ്റെ കാര്യം പറഞ്ഞത്, അല്ലെങ്കിൽ
നമ്മുടെ പടവരാറുള്ള കണ്ണംകുളത്തിലെ മാമനായിട്ടുള്ള വറുതേട്ടൻ്റെ കാര്യം പറഞ്ഞത്, അർജുനേട്ടനെ പോലെയുള്ള ആളുകൾ, എത്രയോ ആളുകൾ, സുബ്രേട്ടനെ പോലെയുള്ള ആളുകൾ, കൃഷ്ണേട്ടൻ, വളർക്കാലത്തെ കൃഷ്ണേട്ടൻ, എല്ലാ അടിയുടെ മുന്നിലും കൊടുക്കാനും വാങ്ങിക്കാനും ഉള്ള മീശപ്രഭാകരേട്ടൻ്റെ ഈ അടുത്ത കാലത്ത് അദ്ദേഹത്തിന് വിഷമം വന്നു, അദ്ദേഹത്തിന് ഗുണ്ട എന്നൊരു ചെറിയ ഒരു നേതാവ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട്. ഈ ഇത്യാദി കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാതെ SFIക്കാർ സമരം ഉണ്ടെങ്കിൽ ഓൾറെഡി പ്രഭാകരേട്ടുണ്ടാവും. പ്രഭാകരേട്ടുണ്ടെങ്കിൽ ധൈര്യമാണ് അവസരത്തിൽ. ആ പ്രഭാകരേട്ടന് ചില തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ നമ്മൾ മറക്കാൻ പാടുണ്ടോ, അയാളെ വിസ്മരിക്കാൻ പാടുണ്ടോ? ഇങ്ങനെ വിസ്മരിക്കുന്നതല്ല ചരിത്രത്തെ. നമ്മൾ പറയും താജ്മഹൽ പണിതത് ആര് എന്ന് പറയും, അല്ലെങ്കിൽ പിസാഗോപുരം പണിതത് ആര്, അത് അതിന് പിന്നിൽ പണിയെടുത്ത മനുഷ്യരുണ്ട്. അവരുടെ വേദനയും കണ്ണീരും കാണുന്നതാണ് ചരിത്രത്തിൽ നമ്മൾ വായിച്ചെടുക്കേണ്ടത്. ഈ ചരിത്രത്തിൽ വായിച്ചെടുക്കൽ കഴിവുള്ളവരായിരിക്കണം കമ്മ്യൂണിസ്റ്റുകാർ. ഒല്ലൂരിൻ്റെ ഈ ഉയർച്ചയിൽ, ഇത്രത്തോളം ഉയർച്ചയിൽ അതിൻ്റെ പിന്നിൽ ഒരുപാട് മനുഷ്യരുണ്ട്. നേരത്തെ KG രാധാകൃഷ്ണൻ്റെ ഒക്കെ കാര്യം, അവരെല്ലാം ബന്ധപ്പെടുത്തി കൊണ്ടുവേണം ഇത് മുന്നോട്ട് പോകാൻ. KM രാധാകൃഷ്ണനെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കൂടെ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ടും എന്തിനു വേണ്ടി നിൽക്കണം, പുതിയ കൂടുതൽ നല്ല നാളെ ഉണ്ടാവാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ അവിടെ പുഴുക്കുത്തുണ്ടാവുന്ന ചോദ്യം ചെയ്യാതെ വരുമ്പോൾ പുഴുക്കുത്തുകൾ ഉണ്ടാവും. ആരിപ്പോൾ ഞാൻ പിണറായി വിജയൻ മർദ്ദനേറ്റാളാണ് ചോദ്യം ചെയ്യാണ്ടാകുമ്പോൾ അദ്ദേഹം ഏകാധിപതിയായി മാറും. ഏതാളും അതുപോലെ തന്നെയാവും, ഞാനും അങ്ങനെ തന്നെയാവും. ഇപ്പോൾ കണ്ണംകുളത്തി പറഞ്ഞ് അദ്ദേഹത്തിന് കുറേ ഗുണാംശങ്ങളുണ്ട്. KP പോളിന് അവൻ്റെ കുറേ ബാല്യകാലത്തിട്ട് അനുഭവിച്ചുള്ള വിഷമങ്ങളും സംഘർഷങ്ങളുള്ളൊരു മനുഷ്യനായിരിക്കും. അതിൽ ഒരു തെറ്റായ മാർഗത്തിൽ പോകുമ്പോൾ അരുത് എന്ന് പറയാനും ഇത് നിങ്ങൾ ചെയ്യരുതെന്ന് പറയാനും ചൂണ്ടുവിരൽ കാണിക്കാത്തവരാണ് നമ്മൾ തെറ്റുകാർ. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതിൽ തെറ്റുകാർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അണികളാണ്. അല്ലെങ്കിൽ ചിലപ്പോഴെപ്പോഴും അവർക്ക് താല്പര്യമുള്ള ആളുകളെ തൻ്റെ തൊട്ട സൈനികരായ ആളുകൾ ഒഴിവാക്കി കൊണ്ടുവരാക്കുക. അപ്പോൾ അരുത്, നിങ്ങൾക്ക് സ്ഥാനം വേണ്ടെന്ന് പറയാനുള്ള ധൈര്യമൊക്കെ ഉണ്ടാവണം. അല്ലെങ്കിൽ നിങ്ങളെക്കാൾ ചെറിയ ആളുകളെ പിന്നെ കൊണ്ടുവരും. അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ നേരത്തെ വിശദീകരിക്കുന്നില്ല. പല കുടുംബങ്ങളെ പലതരത്തിലാക്കി, മനുഷ്യരെ പലതരത്തിലാക്കി, ഇങ്ങനെ ഡിവൈഡ് ആൻഡ് റൂൾ വെള്ളക്കാർക്കെതിരെ പറയുമ്പോൾ ഏറ്റവും പ്രയോഗിക്കുന്നത് ഇപ്പോൾ നമ്മളാണെന്ന് തോന്നുന്നു. ഏറ്റവും ആളുകളെ വിട്ടുകളാക്കുന്നത് പാർട്ടിയിലത്തെ അണികളെയാണെന്ന് എനിക്ക് തോന്നിപ്പോകുന്നത്. ഇങ്ങനെയാണോ നമ്മൾ ഉൾപ്പാർട്ടി ജനാധിപത്യം വിമർശനങ്ങൾ കൊണ്ടെടുക്കേണ്ടത്? ഒരിക്കലുമല്ല എന്നാണ് എൻ്റെ വിഷയം. ഞാൻ നേരിട്ട് പാർട്ടി പ്രവർത്തകരല്ല, പാർട്ടി മെമ്പർഷിപ്പിൽ വരാൻ ആഗ്രഹിക്കാത്ത ആളാണ്, എനിക്ക് കഴിവില്ല, നേരത്തെയൊക്കെ ഞാൻ പറഞ്ഞു വെച്ചതാണ്. ഇപ്പോൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഇതെല്ലാം സംസാരം നടത്തി, ഒല്ലൂരിൻ്റെ കാര്യങ്ങളിലെല്ലാം പലരും അത് ഏറ്റെടുത്തിട്ടുണ്ട്. അത് ഈ കണ്ടംകുളത്തി നശിപ്പിക്കാനോ KP പോൾ നശിപ്പിക്കാനോ ആവരുത് എന്നും കൂടി അഭ്യർത്ഥനയുണ്ട്. ഇപ്പോൾ നമ്മൾ ബ്രാൻഡ് സമ്മേളനം നടത്തുന്നു. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ബ്രാൻഡ് സമ്മേളനത്തിൽ കുട്ടല്ലൂർ സഹകരണ സംഘത്തിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്ത ആളുകളെ LCയിലേക്ക് നോമിനേഷൻ ചെയ്തില്ല, LC മീറ്റിങ്ങിലേക്ക്, LC സമ്മേളനത്തിലേക്ക് ചെയ്തില്ല. അത് ചോദ്യം ചെയ്യാൻ ആരുമില്ല എന്നുള്ളതാണ്. ഇവർ ഭീഷണിപ്പെടുത്തി ചിലർ സെൻറ്റിമെൻറ്റ്സ് വർക്കൗട്ട്, ഞാൻ ഭയങ്കര മനുഷ്യനായിട്ട് എന്നൊക്കെ പറഞ്ഞ് സെൻറ്റിമെൻറ്റ്സും വർക്കൗട്ട് ചെയ്യുന്നു തങ്ങളുടെ തെറ്റുകൾ മൂടി വയ്ക്കാൻ. അങ്ങനെ പെടരുത്, ധീരത. ഞാൻ എല്ലാവരും ഇതിൻ്റെ മോശക്കാരാണെന്നോ നല്ലവരാണെന്ന് പറയുമോ, എന്നാൽ കുറച്ച് പേരെങ്കിലും ആത്മാർത്ഥമായി CPMൽ വരുന്നവരുണ്ട്, അല്ലെങ്കിൽ SFIയിൽ വരുന്നവരുണ്ട്, DFIയിൽ വരുന്നവരുണ്ട്. എല്ലാ രംഗത്തും അങ്ങനെ RSSലും എല്ലാവരും കാണും. അതെല്ലാം അവരോടാണ് എനിക്ക് പറയുള്ളത്. ഇങ്ങനെയുള്ള നല്ലവരായി ചോദ്യം ചെയ്യുന്ന ആളുകളെ LC കമ്മിറ്റിക്കുമ്പോൾ നമ്മുടെ T ശശിധരൻ്റെ കാര്യം കണ്ടു, അദ്ദേഹത്തെ മാറ്റി നിർത്തിയപ്പോൾ എല്ലാവരും പോയി. VSS എന്ന ആളില്ല എന്നപ്പോൾ ശക്തിയില്ലാണ്ടപ്പോൾ എല്ലാവരും പിന്നോട്ട് പോയി. തങ്ങളുടെ പേര് പറയാൻ, അത് ശരിയല്ല എന്ന് പറയാൻ ആരും ഇല്ലാതെ, നാദല്ല കാവലാൾ ഇല്ലാത്തൊരു സംസ്ഥാനമായി കേരളമായി. ആ സമയത്തൊക്കെ ഈ കേരളത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കാൻ സീതാറാം യെച്ചൂരിയെങ്കിലും ഉണ്ടാവുമെന്ന് പ്രതീക്ഷയുണ്ടായിരുന്നു. അല്ലെങ്കിൽ തെറ്റുകൾ വരുമ്പോൾ ചൂണ്ടിക്കാണിക്കാൻ യെച്ചൂരിയെങ്കിലും ഉണ്ടാവും. എല്ലാവരും ഒന്നിപ്പിക്കാൻ ജോൺ ബ്രിട്ടാസ് പറഞ്ഞ പോലെ CPM വലുതാവും മാത്രമല്ല, ഈ രാജ്യത്തിൻ്റെ മതനിരപേക്ഷ ഐക്യം വർദ്ധിപ്പിക്കേണ്ടത് രാജ്യത്തിൻ്റെ ആവശ്യമാണ്. CPM വലുതാവും മാത്രമല്ല, മതനിരപേക്ഷ ഐക്യം ഉണ്ടാവണം. നമ്മുടെ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടാൻ പാടില്ല. ഒരു ജാതി മതം ബഹുസ്വരതി അംഗീകരിക്കുന്ന ഒരുപാട്, അല്ലെങ്കിൽ രാജ്യമില്ലാണ്ടാവും. പലതരത്തിലുള്ള ജാതി 500 മീറ്റർ ആകുമ്പോഴേക്കും വ്യത്യസ്ത ജാതി, ഭാഷ, ആചാര അനുഷ്ഠാനങ്ങളുള്ള രാജ്യമാണത്. അവരെ ഒന്നിപ്പിക്കണം, അവരെ സന്തോഷപൂർവ്വം ബന്ധപ്പെടണം, അവരുടെ സംസ്കാരത്തെ, അവരുടെ പാരമ്പര്യത്തെയൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് രാജ്യം ഐക്യത്തോടുകൂടി സ്നേഹത്തോടുകൂടി പോകുന്ന ലോകത്തെക്കുറിച്ച് സ്വപ്നം കാണുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. വെറൊരു ചുവന്ന കൂടിയുടെ ആളുകളല്ല, വിശ്വമാനവികതയുടെ ആളുകളാണ്, സ്നേഹത്തിൻ്റെ കമ്മ്യൂണിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ്. ഈ പണ്ട് കാലത്തൊക്കെ ഞാൻ പറഞ്ഞു, മൂർഖനിക്കരെ ഞങ്ങളെല്ലാം പോകുമ്പോൾ കമ്മ്യൂണായിട്ടാണ്. മൂർഖനിക്കരെ ഞങ്ങളൊക്കെ ഒരു കൂട്ടായ്മ കമ്മ്യൂൺ എന്നുള്ള സങ്കല്പത്തിലാണ് ഞാനൊക്കെ പങ്കെടുത്തിട്ടുള്ളത്. മർത്താക്കാർ ചെല്ലുമ്പോൾ
ഉത്തമൻ്റെ കട എൻ്റെ ഒരു കേന്ദ്രമാണ്, രവിയുടെ കട ഒരു കേന്ദ്രമാണ്. അതുപോലെ തന്നെ കടവാരത്ത് ഉണ്ണികൃഷ്ണൻ്റെ അച്ഛൻ്റെ കട ഒരു വലിയൊരു ആശ്രയ കേന്ദ്രമാണ്. ഒട്ടേറെ എത്ര ഗംഭീരമായിട്ടുള്ള ബന്ധങ്ങളാണ്, ഊഷ്മള സ്നേഹമാണ്. CITൂർ, ചേലക്കോട്ട യൂണിയൻ, നടത്തറ യൂണിയൻ, എത്രയോ എൻ്റെ നാട്ടിലത്തെ ആളുകൾ, മോനെ എന്ന് വിളിക്കുന്ന ആളുകൾ, സഖാവി എന്ന് വിളിക്കുന്ന ആളുകൾ, എത്ര ആളുകളാണ് അവരോട് ബന്ധം കൊണ്ടാണ് എനിക്കൊക്കെ അതൊന്നും തിരിച്ചു കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് എത്രയോ പ്രാവശ്യം. പക്ഷേ എനിക്ക് വിമർശനമുണ്ട്. അതുകൊണ്ട് ബ്രാഞ്ച് കമ്മിറ്റി ആളുകളെല്ലാം ആരെങ്കിലും എതിർത്ത് പറഞ്ഞ് വിമർശനം നടത്തുന്നവരെ ഒറ്റപ്പെടുത്താതെ അവരെ ശക്തി കൊടുക്കുക, അവരും കൂടി വേണം, എന്തുകൊണ്ട് അവരെ മാറ്റി എന്ന് ചോദിക്കാനുള്ള ഉണ്ടാവട്ടെ. മാത്രമല്ല ആ തരത്തിൽ ധീരരായ സഖാക്കൾ, ഈ ധീരരായ സഖാക്കൾ നമ്മൾ ഭരണം കിട്ടാൻ വേണ്ടി മാത്രമല്ല. ഇപ്പോൾ PA അൻവറായ സംസാരം എന്താണ് കക്കൂസ് മാലിന്യമായി ജയശങ്കറിൻ്റെ ഓഫീസിൽ പോയി തലക്കോട്ട് ഒഴിക്കുന്നു പറഞ്ഞാൽ അയാളുടെ യഥാർത്ഥ സ്വഭാവം പുറത്തേക്ക് വരികയാണ്. വാസ്തവത്തിൽ ജയശങ്കർ ഇതുപോലെ തന്നെ നല്ല ഭാഷയിൽ ഇതേ മാലിന്യ കൂമ്പാരം ഉപയോഗിക്കുന്ന ആളാണ്. പക്ഷേ വിമർശനവും വേണം എല്ലാ തരത്തിലും. ഇപ്പോൾ സക്രിയ ഇതെല്ലാം വിമർശനം അതിര് കടന്നു പോകുന്നുണ്ട്. പക്ഷെ ഇതൊന്നും അതിര് കടന്നു പോകരുതെന്നുള്ളതാണ്. ഇപ്പോൾ PA അൻവർ ചെന്നിട്ട് അവരുടെ കക്കൂസ് മാലിന്യം തലയ്ക്ക് ഒഴിക്കാൻ പറ്റുന്ന കേരളമൊന്നല്ല വാസ്തവത്തിൽ. അതെല്ലാം ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാവും എന്ന് തന്നെയാണിത്. ഇപ്പോൾ ജാതി മതത്തെ അടിസ്ഥാനത്തിൽ വിമർശനങ്ങളെ, ഈ ആരോപണങ്ങളെ പ്രതിരോധിക്കാനും എതിർക്കാനും ഒരു ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം നമ്മൾ ആരാണ് ഉണ്ടാക്കിയത്? ഇപ്പോൾ ഗോപികൃഷ്ണനും സുനിതദാസിൻ്റെ തന്നെ എങ്ങനെയാണ് RSS വളരുന്നത്? അപ്പോൾ അതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം പറയുന്നുണ്ട്, എങ്ങനെ അവർ വളർന്നു എന്നല്ല വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇതിനെ ബാൻ ചെയ്തപ്പോഴാണ് തകർന്നത്. എനിക്ക് തോന്നുന്നില്ല ഇതിൽ വാസ്തവത്തിൽ അവർ ഗാന്ധിയെ കൊന്നപ്പോഴാണ് ശരിക്കും പറഞ്ഞ RSS വളർച്ച മുരടിച്ചിട്ടത്. എന്താണ് അതിനർത്ഥമാക്കുന്നത്? ഇന്ത്യ എപ്പോഴും അങ്ങനെ മതാധിഷ്ഠിതമല്ല. അങ്ങനെയാണ് കണാദനും ചരകനൊന്നും ഉണ്ടാവുമായിരുന്നില്ല, ബുദ്ധ ഉണ്ടാവുമായിരുന്നില്ല, ജൈൻ ഉണ്ടാവുമായിരുന്നില്ല, അശോകൻ ഉണ്ടാവുമായിരുന്നില്ല. ഇവരാരൊക്കെ മൂടി വെച്ചാലും ഇതൊക്കെ ഉണ്ടാവും ഇന്ത്യ രാജ്യത്ത്. ദൈവിക ആത്മീയതയുടെ കാര്യം പറഞ്ഞതോടൊപ്പം ആത്മീയത ഇല്ല എന്ന് പറയുന്നതോടൊപ്പം തന്നെ ഏകാധിപതികളും സ്വേച്ഛാധികളും സമത്വവാദികളും ഒക്കെ ഈ നാട്ടിലുണ്ടാവും. നിരന്തര സംവാദത്തിലും പോരാട്ടത്തിലുണ്ടാവും. ഒരു സമയത്ത് ഉയർത്താഴ്ചകളുണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. അതുകൊണ്ട് അത് പാടെ നിഷേധിക്കാൻ പറ്റില്ല. ഗാന്ധിയെ കൊന്നത് അത് മനസ്സിലാക്കുന്നത്. ഗാന്ധി കൊന്ന പേടിച്ചില്ല, മറിച്ച് ജനം മുഴുവൻ അതിനെതിരായി ആശയപരമായിട്ടുള്ള വിപ്ലവം, ആശയപരമായിട്ടുള്ള സമരം സകലമാനം മനുഷ്യൻ ഏറ്റെടുത്തു. ഗാന്ധിയുടെ മരണം നിശബ്ദത ഉണ്ടാക്കി. ആ നിശബ്ദത വാസ്തവത്തിൽ RSSന് ഹിന്ദു വർഗീയവാദിക്കെതിരായിട്ടുള്ള അടിയായിരുന്നു. നിങ്ങൾ ഇത് വലിയൊരു ക്രൂരന്മാരാണെന്ന് സ്വയം മനുഷ്യർ സംസാരിക്കുകയായിരുന്നു. വാസ്തവത്തിൽ ഒരു കലാപവും ഉണ്ടായില്ല. അതെല്ലാം വളരെ കൃത്യമാണ്. നമ്മൾ അനാവശ്യമായിട്ട് ഗാന്ധിയെ ആക്രമിച്ചു എന്നുള്ള ഒരു ആരോപണമല്ല, ഒരു നിലപാടും കൂടി അന്നും ഇന്നും എനിക്ക് എങ്ങനെയുണ്ട് ഉണ്ടായിരുന്നു. ആ ഗാന്ധിയെ ഒരുപാട് സ്വീകരിച്ചവരാണ് സുന്ദരിയായാലും KJ ആയാലും EMS ആയാലും. വാസ്തവത്തിൽ ജീവിതത്തിൽ പറയുന്നത് വേറെയാണെങ്കിൽ എന്തായാലും ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്. ആ ഗാന്ധി അത് കഴിഞ്ഞ് പലവിധ പിന്നീട് ബാൻ ചെയ്തുകൊണ്ടൊന്നും ഒരു പ്രസ്ഥാനം വലുതാവില്ല. എന്തുകൊണ്ട് ഒരു വലുതായി എന്നുള്ളതാണ് പ്രശ്നം. അതിന് RSSൻ്റെ ഗുണമല്ല, മറിച്ച് മതനിരപേക്ഷ കക്ഷികളുടെ ദേശീയ കക്ഷികളുടെ അവരുടെ പിടിപ്പുകേട്, കഴിവുകേട്, അവരുടെ ദോഷം കൊണ്ടാണ് അവർ വളർന്നത് എന്നുള്ളതാണ് എപ്പോഴും നമുക്ക് കാണാം. പക്ഷേ വീണ്ടും തിരിച്ചു വന്നിരിക്കുന്നു. കെജ്രിവാൾ പുറത്തേക്ക് വന്നിരിക്കുന്നു. വീണ്ടും തങ്ങളുടെ സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യമില്ലാതെ ലോകത്തെ വിശാലമായി കാണാൻ സീതാറാം മകനും ജാതി മതം ഏതെന്ന് പറയാൻ പറ്റാതെ ഞാൻ മനുഷ്യജാതിയിൽപ്പെട്ടവനാണെന്ന് പറയാൻ എല്ലാതര വൈരുദ്ധ്യങ്ങളും എല്ലാവിധ വൈവിധ്യങ്ങളും എല്ലാവിധ വ്യത്യസ്തതകളും ഉൾക്കൊള്ളുന്ന ബഹുസ്വരതയെ സ്നേഹിക്കുന്ന വിശ്വമാനവിധ ഉൾക്കൊള്ളുന്ന വലിയ മനുഷ്യരുടെ കൂട്ടായ്മയുടെ ലോക സമൂഹമായി മാറാൻ ഈ ഭാരതത്തിന് കഴിയാൻ കമ്മ്യൂണിസ്റ്റുകാർക്ക് ബാധ്യതയുണ്ട്. ഇവിടെ മുസ്ലിം, ഹിന്ദുവും എല്ലാവരും എല്ലാവിധ മതവിശ്വാസങ്ങൾക്കും ഇതിൽ നിന്നുകൊണ്ട് നമ്മുടെ ഇപ്പോൾ ക്ഷേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ DD ദാമോദരനുമായിട്ടുള്ള സുനിതദാസിൻ്റെ ഇൻ്റർവ്യൂ ഞാൻ കണ്ടതാണ്. അപ്പോൾ അതിൽ പറഞ്ഞു എന്തുകൊണ്ടാണ് സ്ത്രീകൾക്ക് നോർമലൈസ് ചെയ്യിക്കുകയാണ്, നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണമെന്നുള്ളത് നോർമലൈസ് ചെയ്യണം. ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ നമ്മൾ കൈക്കൂലി കൊടുക്കണമെന്ന് നോർമലൈസ് ചെയ്യും, നിങ്ങളും കൈക്കൂലി കൊടുക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞാണ് എൻ്റെ ആശുപത്രി എൻ്റെ മകൻ്റെ മകളുടെ എൻ്റെ ഭാര്യയുടെ പ്രസവമായി എല്ലാവരും കൈക്കൂലി കൊടുക്കാൻ ഞാൻ കൊടുത്തില്ല എന്ന് മാത്രം.
ബാക്കിയുള്ളവർക്ക് കൊടുക്കുന്നില്ല. നോർമലൈസ് ചെയ്യുമ്പോൾ നമ്മൾ കൊടുത്തു പോവുകയാണ്. അപ്പോൾ നോർമലൈസ് ചെയ്യുന്ന ഒരു സാഹചര്യം ഇല്ലാണ്ടിരിക്കണം. നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തില്ലെങ്കിൽ ഈ സിനിമയിൽ നിൽക്കാൻ പറ്റില്ല. നമ്മൾ സ്വാഭാവികമായിട്ടും പാഷനായിട്ടുള്ള ആളുകൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഗതികേട് വരികയാണ്. അവർ നോർമലൈസ് ചെയ്യുമ്പോഴാണ് സജിത്ത് മഠത്തിലിൻ്റെ പ്രസ്ഥാനം വളരെ ഗംഭീരമാണ്. ഇങ്ങനെ നോർമലൈസ് ചെയ്യുമ്പോൾ അറിയാതവർ അവർക്ക് വേറെ നിവൃത്തിയില്ലാതെ വരികയാണ്. ആ സാഹചര്യമാണ് മാറേണ്ടതെന്ന് പറയുന്നു. വരും കാലങ്ങളിൽ വളരെ കൃത്യമായി ഒരു പുരോഗമന അല്ലെങ്കിൽ ചോദ്യം ചെയ്യുന്ന കുട്ടികൾ പെൺകുട്ടിയായതുകൊണ്ട് പേരിൽ എല്ലാം ചിലപ്പോൾ നിങ്ങൾക്ക് ലൈംഗിക ഇഷ്ടപ്പെടുമ്പോൾ നിങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് മറ്റേ അതിനും രീതികൾ വേണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. മറിച്ച് നമ്മളുടെ ലൈംഗികതയിൽ മാത്രം കേന്ദ്രീകരിക്കുന്ന ഒരു സംസ്കാരം അത് അപകടത്തിൽ ചെന്ന് ചാടും എന്ന് തന്നെയാണ് നമ്മൾ ചരിത്രത്തിൽ കാണുന്നത്. അതിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷെ എനിക്ക് മുലയുള്ളതുകൊണ്ട് എനിക്ക് ലിംഗം വ്യത്യസ്തമായതുകൊണ്ട് എന്നെ ആക്രമിക്കുന്ന ചെകുത്താന്മാർ ഈ ലോകത്തുണ്ടെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? അവർ എങ്ങനെയാണ് ജീവിക്കുക? എല്ലാ വീട്ടിലും ഒരു പെൺകുട്ടി ഉണ്ടാവണമെന്ന് ഞാൻ പറയും. ആ പെൺകുട്ടിയുടെ വളർച്ചയിൽ അച്ഛനമ്മയും ചേരണം, പ്രത്യേകിച്ച് അച്ഛന്മാർ അവരോടുകൂടി ഈ വക ഭ്രാന്തിന് കുറച്ച് കുറയും. അവരുടെ വിഷമങ്ങൾ, അവരുടെ പ്രയാസങ്ങൾ, നൊമ്പരങ്ങൾ, സംഘർഷങ്ങൾ ഞാൻ പെൺകുട്ടിയോട് ജാതി എടുക്കാറില്ല. ഇവരൊക്കെ ഇപ്പോഴാണ് ഞാൻ എടുക്കുക. അപ്പോൾ ഞങ്ങളുടെ മാറിടത്തേക്ക് നോക്കി ഞങ്ങൾ എന്താണ് ചെയ്യുക? ഞങ്ങളുടെ കാലുകൾ നോക്കിയാൽ എന്താണ് ഞങ്ങൾ ചെയ്യുക? എവിടെയാണ് ഞങ്ങൾ മറയ്ക്കുക? എവിടെയും ഈ ചൂഷണത്തിൻ്റെ വലകളാണ്. എന്ത് ചെയ്യാൻ സാധിക്കും എന്ന് ചോദിക്കുന്ന കുട്ടികളുടെ മുന്നിൽ നാം ജനിച്ച ആളുകൾ കുറ്റവാളികളാവുന്ന കാലമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, വിശാലമായ അർത്ഥത്തിലാണ് നമ്മൾ ഈ സാർവദേശീയതയും കമ്മ്യൂണിസ്റ്റിലേക്ക് കാണേണ്ടത്, ചൂഷണത്തെ എതിരേറ്റ് മാറേണ്ടത്. പലപ്പോഴും ഞാൻ കണ്ടു എല്ലാ രംഗത്തും വിമർശനം ഞാൻ പലപ്പോഴും എല്ലാം വായിക്കുകയാണ്. ഇപ്പോൾ ഈ വേറെ ഒരു ആളാണ് മാവിയോന്നോ ആൾ മുസ്ലിം ക്രിസ്ത്യാനിത്തിൽ പോയിട്ട് വലിയ പ്രഘോഷണത്തിന്. ഇപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ കുറച്ച് കാലത്ത് പ്രഘോഷണം നടത്തുന്നില്ല. എന്നുവെച്ചാൽ ഈ മതത്തിൻ്റെ ഉള്ളിലത്തെ ആളുകൾ എൻ്റെ പറഞ്ഞു ഇയാൾ എന്താണ് മറ്റാണ് ജിഹാദി എന്ന് പറഞ്ഞാൽ അയാൾ കളിയാക്കുന്നു, കരയുന്നു, വിഷമിക്കുന്നു, ഞാൻ ചെയ്യുന്നു ഇങ്ങനെയുണ്ട്. ഇപ്പോൾ വേറെ മുസ്ലിംസിൻ്റെ അയാളുടെ പേര് പറഞ്ഞിട്ട് ഇപ്പോൾ വീഡിയോ ഒരുപാട് ഇതെല്ലാം വേണമെന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ നമ്മൾ ഇപ്പോൾ കണ്ടില്ല, ഓണം വന്നപ്പോൾ ചില അച്ഛന്മാരിയിരിക്കുന്നു ഓണം ശരിയല്ല, മുസ്ലിങ്ങൾ പറഞ്ഞു ഓണം നമ്മൾ ആഘോഷിക്കാൻ പാടില്ല, എന്തെല്ലാം ഭ്രാന്തന്മാരുടെ ലോകം. പക്ഷെ അതിനെതിരായിട്ടും ആളുകളുണ്ട്, എല്ലാവരും സ്വീകരിക്കുന്നില്ല. കേരളത്തിൽ അത്ര വേഗം നടക്കില്ല. കമ്മ്യൂണിസ്റ്റുകാർ, DIFIക്കാർ, SFIക്കാർ ഇതിന് മുന്നിൽ നിൽക്കണം. എല്ലാവിധ സമത്വത്തിന് വേണ്ടി, എല്ലാവിധ അവകാശത്തിന് വേണ്ടി, എല്ലാവിധ മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി, സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒക്കെ നിലകൊള്ളാവുന്ന വലിയ മനുഷ്യരുടെ ചരിത്രത്തിൻ്റെ ഒപ്പം നിൽക്കുന്ന ആളുകളായി നിങ്ങൾ മാറട്ടെ. എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.